ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രതിദിന രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു മാർഗമാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനുമുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച 2026 ജൂലൈ 30. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി പുതിയ തുടക്കങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്ന് തിരുവോണം നക്ഷത്രമാണ്. ഇത് ഐശ്വര്യവും നേട്ടങ്ങളും നൽകുന്നു. ഇന്ന് ആയുഷ്മാൻ യോഗം അർദ്ധരാത്രി 12:06 വരെ നീണ്ടുനിൽക്കുന്നു. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് സൂര്യോദയം രാവിലെ 5:56 സൂര്യാസ്തമയം വൈകുന്നേരം 7:10 ഉച്ചയ്ക്ക് 2:13 മുതൽ വൈകുന്നേരം 3:52 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയമേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30, 2026 വ്യാഴാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 10ാം ഭാവത്തിൽ, അതായത് മകരം രാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ജോലിസ്ഥലത്തോ വീട്ടിലോ ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. നിങ്ങളുടെ അടുത്തുള്ളവർ അല്പം അസ്വസ്ഥരായിരിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെയും ബാധിച്ചേക്കാം. ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണ്. അതിനാൽ അതിനെ ഗൗരവമായി എടുക്കരുത്. നിങ്ങളുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുറഞ്ഞപക്ഷം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടും. നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഇന്ന് പച്ചനിറം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വൈകുന്നേരം 4 മുതൽ 6 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം ശനിയുടെ സ്വാധീനം വളരെ ശക്തമാണ്. അതിനാൽ ഒരു ചെറിയ യന്ത്രമോ രത്നമോ കൂടെ കരുതുന്നത് പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഇന്ന് പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടിയേക്കാം. അതിനാൽ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. യുവാക്കൾ ഇന്ന് ക്ഷമ പാലിക്കുക. പ്രണയബന്ധങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർ ഇന്ന് വീട്ടിലെ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. ക്ഷമയാണ് നിങ്ങളുടെ വിജയം. മുതിർന്നവർ ഇന്ന് സന്ധിവേദനയോ വാതസംബന്ധമായ അസുഖങ്ങളോ വരാതെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കുന്നതാണോ അതോ തുറന്ന് സംസാരിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 ചന്ദ്രൻ മകരരാശിയിലും ശ്രവണ നക്ഷത്രത്തിലും പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. പഴയ പരാതികളും പിണക്കങ്ങളും മറന്ന് മുന്നോട്ടു പോകാൻ പറ്റിയ ദിവസമാണിത്. നിങ്ങളുടെ രാശിയിൽ രാഹുവിന്റെയും ചൊവ്വയുടെയും സ്വാധീനമുള്ളതിനാൽ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഇന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിന്
ശാന്തി നൽകുന്ന കാര്യങ്ങൾക്കായി ഇന്ന് കൂടുതൽ സമയം ചെലവഴിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കൂടി കേൾക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നിറം ഗ്രേ അഥവാ ചാരനിറമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായത്. അതിനാൽ പ്രധാനപ്പെട്ട ജോലികൾ ഈ സമയത്ത് പൂർത്തിയാക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കത്തിന് പോകരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഇന്ന് അല്പം വിശ്രമമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. ഇന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നൊരു ചോദ്യം ചോദിക്കട്ടെ: ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സഹായിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിനമാണ്. ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. എന്നാൽ പ്രശ്നങ്ങളെ ഒളിച്ചുവെക്കാതെ നേരിട്ട് അഭിമുഖീകരിക്കുന്നതാണ് ഉചിതം. ഇന്ന് അല്പസമയം ഏകാന്തമായി ചെലവഴിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത നൽകും. വിദ്യാർത്ഥികൾ, ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടെ പെരുമാറുക. വീട്ടമ്മമാർ ഇന്ന് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധ പാലിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. രാവിലെ 11 മുതൽ 12:30 വരെ നിങ്ങൾക്ക് ശുഭകരമായ സമയമാണ്. വയലറ്റ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ ആത്മീയ ഉണർവ് നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണോ അതോ ഗ്രഹനിലയെയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സഹായിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30, 2026 മകരരാശിയിലെ ചന്ദ്രന്റെ ശക്തമായ സ്വാധീനം കാരണം നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഇന്ന് വളരെ ഉയർന്ന നിലയിലായിരിക്കും. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഏത് വിഷയത്തിലും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. കൂടുതൽ വിജയത്തിനായി വിവിധ മേഖലകളെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ജോലിസ്ഥലത്ത് കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: മകരരാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങൾ അമിതമായി വൈകാരികമായി പെരുമാറാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവേകത്തോടെ ചിന്തിക്കുക. ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. പഴയ സുഹൃത്തുക്കളെ കാണുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ വ്യക്തത വരുത്തുക. എന്നാൽ സംസാരത്തിൽ ശ്രദ്ധ വേണം. ഗൃഹിണിമാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. മുതിർന്നവർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടാൻ എന്താണ് കൂടുതൽ ആവശ്യം? കഠിനാധ്വാനമോ അതോ ഭാഗ്യമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ മകരരാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയോ ദേഷ്യമോ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ നേരത്തെ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നഷ്ടബോധമുണ്ടാക്കിയേക്കാം. ഇത് മനസ്സിനെ അലട്ടും.
അതിനാൽ ഇന്ന് അനാവശ്യമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. കയ്യിലുള്ള പണം വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ തോന്നിയേക്കാം, എന്നാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നത്തെ ദിവസം ബജറ്റ് തയ്യാറാക്കാനും അപ്രതീക്ഷിത ചെലവുകൾക്കായി പണം കരുതിവെക്കാനും ഏറ്റവും അനുയോജ്യമാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിൽ ഉള്ളവർക്കും നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം, എങ്കിലും ക്ഷമയോടെ ഇരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം നല്ലതാണ്. യുവജനങ്ങൾ ഇന്ന് പ്രണയബന്ധങ്ങളിലോ സുഹൃത്തുക്കളുമായുള്ള തർക്കങ്ങളിലോ ഏർപ്പെടാതിരിക്കുക. ദേഷ്യം നിയന്ത്രിക്കുന്നതാണ് നിങ്ങളുടെ വിജയത്തിന് നല്ലത്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുചെലവുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്പം ലാഭിക്കാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിസ്ഥലത്ത് ആരുമായും തർക്കത്തിന് പോകരുത്. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പാലിക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി ഏതെങ്കിലും നല്ല പുസ്തകം വായിക്കുകയോ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 12:10 മുതൽ 1:10 വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. രാഹുവിന്റെ സ്വാധീനം ഇന്ന് കൂടുതലായതിനാൽ ലഹരിവസ്തുക്കളിൽ നിന്നോ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നോ വിട്ടുനിൽക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ കൂടുതൽ അത്യാവശ്യം പണമോ അതോ മനസമാധാനമോ? നിങ്ങളുടെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ മകരരാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾ അറിയാതെ ചെയ്ത ഏതെങ്കിലും നല്ല പ്രവൃത്തിയുടെ ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. ഇന്ന് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ റിസ്ക് എടുക്കരുത്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം, എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബിസിനസ്സുകാർക്ക് ഇന്ന് ലാഭകരമായ ദിവസമാണ്, എങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കണം. മുതിർന്നവർക്ക് ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങുന്നത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. പുതിയൊരു ഹോബി തുടങ്ങുന്നത് ഇന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന സംഭവം ഏതാണ്? അത് കമന്റിൽ പങ്കുവയ്ക്കുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് വഴി സംഭാവന നൽകുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെയും ജീവിതത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ മകരരാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ ചിങ്ങം രാശിയിലാണ്. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ മേലുള്ളതിനാൽ ചില കാര്യങ്ങളിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെടാം. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന തീവ്രമായ വികാരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പ്രശ്നങ്ങളെ അവഗണിക്കുന്നതിന് പകരം അവയെ നേരിടാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് വിജയം നൽകുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. യുവാക്കൾ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം പുതിയ കാര്യങ്ങൾ തുടങ്ങാം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6:30 വരെയാണ് പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയം. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും.
ദിവസവും വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒരു രത്നം അല്ലെങ്കിൽ ലോഹം കൂടെ കരുതുന്നത് ഉചിതമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് വളരെ ശാന്തവും പോസിറ്റീവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 3-ാം ഭാവത്തിൽ മകരരാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും അനാവശ്യമായ ചിന്തകൾ അകറ്റുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇന്ന് അവസാനിക്കും. ഇന്ന് നിങ്ങളുടെ സംസാരത്തിൽ ഒരു പക്വതയും വിവേകവും ഉണ്ടാകും. ഇത് ഏത് പ്രശ്നത്തെയും സമാധാനപരമായി പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. പഴയ കാര്യങ്ങൾ മറന്ന് ജീവിതത്തിൽ പുതിയതും നല്ലതുമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിൽ ഉള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ശ്രവണ നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ അനുകൂലമാണ്. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറി കൂടുതൽ മനോഹരമാകും. ഗൃഹിണിമാർക്ക് കുടുംബത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും വീടിൻ്റെ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വീടിനുള്ളിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബുദ്ധിയും ശാന്തതയും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വേറിട്ടു നിർത്തും. മുതിർന്ന പൗരന്മാർ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. അതിനാൽ അമിതമായ അധ്വാനം ഒഴിവാക്കുക. നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ വൈകുന്നേരം 5 മണി മുതൽ 6:35 വരെ വളരെ നല്ല സമയമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി ശാന്തമായ സംഗീതം കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക. ഇത് മനസ്സിനെ ശുദ്ധീകരിക്കും. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കുക. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ക്ഷമയാണോ അതോ സമയമാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 30 മകരരാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളിൽ അല്പം ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിലുള്ളവരിൽ നിന്ന് നിങ്ങൾ അമിതമായി പ്രതീക്ഷിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. മറ്റുള്ളവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തപ്പോൾ അവരെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് അല്പം കൂടി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണാനും ആളുകളെ ക്ഷമിക്കാൻ പഠിക്കാനും ശ്രമിക്കുക എന്നതാണ്. അല്ലാത്തപക്ഷം നിങ്ങൾ നിരാശപ്പെടേണ്ടിവരും. ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ അമിത പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടിലെ കാര്യങ്ങളിൽ ശാന്തത പാലിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് റോയൽ ബ്ലൂ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് നന്ദിയുള്ളവരായിരിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ക്ഷമയാണോ അതോ കർക്കശമായ നിലപാടാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് ക്ഷമയുടെയും പക്വതയുടെയും ദിവസമാണ്.
ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മകരത്തിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ടവരുമായി എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ തുടങ്ങും. ഈ മാറ്റം നിങ്ങളുടെ ഇരുവരുടെയും ക്ഷമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. മകരം രാശിക്കാരെ, ബന്ധങ്ങളിൽ പക്വത കാണിക്കേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. വീടിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വെറുതെയാകില്ല. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും. വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം 45 മിനിറ്റ് മുതൽ 6 മണിക്ക് ശേഷം 15 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. എന്നാൽ രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആരോടും കടുപ്പിച്ചു സംസാരിക്കരുത്, കാരണം ഇന്ന് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കൂടും, എങ്കിലും മടി കാണിക്കാതെ പ്രവർത്തിക്കുക. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ സന്തോഷം ലഭിക്കും, എന്നാൽ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കരുത്. വീട്ടമ്മമാർക്ക് വീടിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല ദിവസമാണ്. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സന്ധിവേദന അവഗണിക്കരുത്. ഇന്ന് ഒരു പുണ്യകർമ്മമായി ഏതെങ്കിലും അർഹരായവർക്ക് വെള്ളമോ തണുത്ത പാനീയമോ നൽകുക. ഇത് മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനം ആണോ അതോ ശരിയായ സമയമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ പറയൂ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധിക്കില്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30. ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പം അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം അസ്വസ്ഥത തോന്നുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഒരു ഡയറിയിൽ എഴുതുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുകയോ ചെയ്യുന്നത് വലിയ ആശ്വാസം നൽകും. ഇന്ന് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു പരിഹാരമായി മാറും. ശ്രദ്ധിക്കുക. ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലിസ്ഥലത്ത് മേലധികാരികളോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നത്? കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 30 നിങ്ങൾക്ക് വളരെ ശ്രദ്ധയും ആത്മപരിശോധനയും ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ 11-ാം ഭാവത്തിൽ മകരം രാശിയിൽ ശ്രവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും നിലവിലെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് ആരെയും അന്ധമായി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തേക്കാം. നിങ്ങൾ സ്വഭാവത്താൽ വളരെ ദയയുള്ളവരാണ്, എന്നാൽ ഈ സ്വഭാവം ഇന്ന് നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. മറ്റൊരാൾക്ക് നിങ്ങളുടെ കാര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം നൽകുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കൂ. ഇന്ന് നിങ്ങളുടെ ഉൾവിളി വളരെ ശക്തമായിരിക്കും. അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ സ്വന്തം മനസ്സ് പറയുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എങ്ങനെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം എന്ന് പഠിക്കാനുള്ള ദിവസമാണിന്ന്. പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ദിവസമാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനം ശീലിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആരെയും അമിതമായി വിശ്വസിക്കാത്ത ദിവസമാണ്. ബന്ധങ്ങളിൽ സുതാര്യത നിലനിർത്തുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളും സ്വന്തം ആരോഗ്യവും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ട ദിവസമാണ്. ഇന്ന്
പോഷകസമൃദ്ധമായ ഭക്ഷണം സ്വന്തമായി പാകം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രതയുടെ ദിവസമാണ്. ആരുമായും പങ്കാളിത്തം തുടങ്ങുന്നതിന് മുൻപ് രേഖകൾ കൃത്യമായി പരിശോധിക്കുക. മുതിർന്നവർ ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയാണ് ശുഭസമയം. ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇന്ന് ഇളം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് ഒരു പുണ്യകർമ്മമായി അർഹരായവർക്ക് വീട്ടിൽ ഉണ്ടാക്കിയ നല്ല ഭക്ഷണം നൽകുക. ഇത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിശ്വാസമാണോ അതോ ജാഗ്രത ആണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.